അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തഖ്വ ശീലിച്ചെടുത്ത് ജീവിതത്തിലുടനീളം തഖ്വ പാലിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ഒരു പഠന സെഷൻ എന്ന് പറയുന്നത് ഫലസ്തീനിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ടൊരു നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളും കാര്യങ്ങളെ കുറിച്ചാണല്ലോ. ഫലസ്തീൻ എന്നത് നമ്മൾ ഈ ചെറിയൊരു സെഷനിൽ അതിൻ്റെ ഒരു ചരിത്രമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നതൊരു ഹിമാലയൻ ടാസ്ക് ആണ്. എന്നാൽ പലപ്പോഴും ഫലസ്തീൻ എന്ന പ്രദേശവും അത് ഉൾക്കൊള്ളുന്ന ചരിത്രവും ആ പ്രദേശത്തിനുമേൽ ലോകത്തെ പല ജനവിഭാഗങ്ങളും മതവിഭാഗങ്ങളും ഒക്കെ അവരുന്നയിക്കുന്ന അവകാശവാദങ്ങളും, അതിനിടയ്ക്ക് എന്താണ് ഫലസ്തീൻ എന്നതും ഫലസ്തീന്റെ ചരിത്രം എന്നതും അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമെങ്കിലും മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കണം എന്നതാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അത്രയേറെ ഇസ്ലാമിൽ ഫലസ്തീന് മുസ്ലിങ്ങളുമായി ബന്ധമുണ്ട്. മതപരമായി തന്നെ മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖിബ്ലയും ഒരുപാട് പ്രവാചകന്മാരുടെ ജന്മനാടും ഒക്കെ തന്നെയാണ് ഫലസ്തീൻ. ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിന്റെ ഒരു ചെറിയൊരു ടൈം ലൈനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ടൈം ലൈൻ സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചരിത്രാതീത കാലം മുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ BC 2000-ങ്ങളിൽ അല്ലെങ്കിൽ 3000, 4000, 5000 വർഷങ്ങളോളം പഴക്കമുള്ള മനുഷ്യവാസത്തിന്റെ രേഖകൾ ഫലസ്തീനിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. ചില പഠനങ്ങൾ അനുസരിച്ച് അതിനേക്കാളും അപ്പുറത്തുള്ള കൃഷിയുടെയും മനുഷ്യവാസത്തിന്റെയും ഒക്കെ ചരിത്ര രേഖകൾ നമുക്ക് അവിടുന്ന് വായിക്കാൻ കഴിയുമെങ്കിലും കൃത്യമായ വിവരങ്ങൾ അതിനെക്കുറിച്ച് ലഭ്യമല്ല. ഫലസ്തീന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കന്നാനികൾ എന്ന് പറയുന്ന അറബ് ജനവിഭാഗം ഗോത്രം താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഫലസ്തീൻ എന്നുള്ളതാണ്. അവർ അവിടെ അവരുടേതായ രൂപത്തിൽ ജീവിതം കെട്ടിപ്പടുത്തു. അവർ തന്നെ സ്വയം ഭരിക്കുകയും ഒക്കെ ചെയ്തു. കനാനിയ അവർ സംസാരിച്ചിരുന്ന ഭാഷയുണ്ടായിരുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് കനാൻ എന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചരിത്രപരമായി വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലുമൊക്കെ അറിയപ്പെട്ടതും ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെയും പ്രസ്താവിച്ചതുമായ ഒരു സ്ഥലം കൂടിയാണ് കനാൻ, അല്ലെങ്കിൽ കനാനികൾ, കനാനി ഭാഷ, ഇതൊക്കെ. അങ്ങനെ കനാൻ എന്ന് പറയുന്ന കനാൻ എന്ന അറബ് ഗോത്രത്തിൽ നിന്നാണ് ഫലസ്തീനിന്റെ ചരിത്രത്തിന്റെ തുടക്കം നമുക്ക് അന്വേഷിച്ചു പോയി കണ്ടെത്താൻ കഴിയുന്നത്. ആ ഒരു സമയത്ത് വേണമെങ്കിൽ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പലായനമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപാണ് ഈ സംഭവം കനാനികൾ അവിടെ താമസമാക്കുന്നത്. ഫലസ്തീനിലെ ഒന്നാമത്തെ താമസക്കാർ. അപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ പേര് എന്താണ് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം കനാനികൾക്കും ശേഷം മധ്യധരനാഴിയിലെ അഥവാ മെഡിറ്ററേനിയനിലെ ഫലസ്തീൻ, സിറിയ തുടങ്ങിയ പ്രദേശങ്ങൾ, അതുപോലെ യൂറോപ്പിനെ പ്രദേശങ്ങൾ, തീരത്തോടടുത്ത് കിടക്കുന്ന കടൽ, മധ്യധരണ്യാഴി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള ആ ദ്വീപിൽ നിന്നുള്ള പല സമൂഹങ്ങളും പിന്നെ അവിടേക്ക് വരികയും പ്രത്യേകിച്ച് ക്രീറ്റ് ദ്വീപിൽ നിന്നുള്ള ആളുകൾ വരുന്നു. കനാനികളുമായി അവർ ഇടപഴകുന്നു, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും അവരിൽ നിന്ന് പിന്നെ രണ്ട് ജനസമൂഹങ്ങളും കൂടിച്ചേർന്ന ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തെയാണ് ഫിലിസ്തീർ അല്ലെങ്കിൽ ഫലസ്തീനികൾ എന്ന് ആദ്യമായി വിളിച്ചത് എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടത് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഫിലിസ്തീയ അല്ലെങ്കിൽ പലസ്തീയ അല്ലെങ്കിൽ ഫലേസ്തീയ എന്നൊക്കെ പേരിൽ ചരിത്രാതീത കാലം മുതൽ എന്ന് നമുക്ക് പറയാവുന്ന രൂപത്തിൽ തന്നെ പരാമർശങ്ങൾ ഈ പ്രദേശത്തെ കുറിച്ച് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് മാത്രമാകണം എന്നില്ല. നേരെ മറിച്ച് ഇന്നത്തെ ജോർദാൻ, അതുപോലെ തന്നെ ഈജിപ്തിന്റെ പല ഭാഗങ്ങൾ, സിറിയയുടെ പല ഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ട ആ ഒരു പ്രദേശത്തെ കുറിച്ചാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ കാനാൻ ദേശം ബൈബിളിലും അതുപോലെ തന്നെ പഴയ പുസ്തകങ്ങളിലും തോറയിലും ഒക്കെ പരാമർശിക്കപ്പെടുന്ന കാനാൻ ദേശം അഥവാ കനാൻ ദേശം എന്നുള്ളത് ഫലസ്തീനിന്റെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന മറ്റൊരു പേരായിരുന്നു. അതുപോലെ തന്നെ ഈലിയ എന്ന് പറയുന്ന സ്ഥലം,
ഇതൊക്കെ ചരിത്രത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഈ ഒരു ഭൂപ്രദേശത്തിന് പറയപ്പെട്ട പല പേരുകളിൽ ഒന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്കറിയാവുന്ന പോലെ ബാബിലോണിയയിൽ, ഇന്നത്തെ ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന പണ്ടത്തെ വളരെ പുരാതനമായ സംസ്കാരങ്ങളിൽ ഒന്നായ ബാബിലോണിയയിൽ നിന്ന് അദ്ദേഹം യാത്ര പുറപ്പെടുന്നു. അവിടെ നിന്ന് ഹിജ്റ ചെയ്യുന്നു. അദ്ദേഹം ഷാമിൽ, അഥവാ ഷാം എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ സിറിയയും ജോർദാനും ഈ ഫലസ്തീനും ഒക്കെ അടങ്ങുന്ന പ്രദേശത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഷാം എന്ന് പറയുന്നത്. ആ ഷാമിലേക്ക്, അഥവാ ഈ ഫലസ്തീനിലേക്ക്, ഈ കാനാൻ ദേശത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. പിന്നെ അവിടെ നിന്ന് മിസ്രിലേക്ക് പോകുന്നു, വീണ്ടും ഇവിടേക്ക് എത്തുന്നു, പിന്നെ അവിടെ നിന്ന് മക്കയിലേക്ക് പോകുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒക്കെ ഒരു കാലടിപ്പാതികൾ പതിഞ്ഞ അദ്ദേഹം മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളിൽ അനവധി പ്രവാചകന്മാരുടെ ജന്മസ്ഥലവും അവർ ജീവിച്ചതുമായ ഒരു സ്ഥലവുമാണ് ഈ പറയുന്ന ഫലസ്തീൻ പ്രദേശം. ഇത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ പല ആളുകൾ ഭരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കന്നാനികളായിരുന്നു അവരിൽ ഒന്നാമരായുള്ള ആളുകൾ. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഈ കന്നാനികൾ അറബികളായിരുന്നു. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോയി. അദ്ദേഹം, നമുക്കറിയാം, അദ്ദേഹത്തിന്റെ 2 പുത്രന്മാർ, ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ 2 പുത്രന്മാർ വഴിയാണ് പിന്നീട് ചരിത്രം മുന്നോട്ട് പോകുന്നത്. അതിലൊന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം, നമുക്ക് ഏവർക്കും സുപരിചിതമാണ് ചരിത്രം. മറ്റൊന്ന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ്. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഉണ്ടാവുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ എന്ന നിലക്ക്, യാക്കൂബ് നബിയുടെ മക്കൾ എന്ന നിലക്ക് ബനു ഇസ്രായേൽ, ഇസ്രായേൽ മക്കൾ, ഇസ്രായേലിന്റെ മക്കൾ എന്ന നിലക്ക് പിന്നീട് അവരിലൂടെ സമൂഹങ്ങൾ ഉണ്ടാകും. യാക്കൂബ് നബിക്ക് ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ 2 ഭാര്യമാരുണ്ടായിരുന്നു, റാഹേലും അതുപോലെ തന്നെ റാഷേലും. റാഹേൽ എന്ന ഭാര്യയിലുണ്ടായ യൂസുഫ് അലൈഹിസ്സലാം, അതുപോലെ തന്നെ ബിന്യാമീൻ എന്നീ 2 മക്കൾ. ബാക്കി മക്കളിൽ മറ്റേ ഭാര്യയിലുണ്ടായ ബാക്കി 10 മക്കൾ. അങ്ങനെ 12 മക്കൾ. അങ്ങനെയാണ് യഹൂദ ഗോത്രങ്ങളും യഹൂദരുടെ പാരമ്പര്യമൊക്കെ 12 എന്ന അക്കത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അസ്ബാത്ത് എന്ന് സൂറത്തുൽ ബഖറയിലൊക്കെ പ്രയോഗിച്ചത് ഈ 12 സഹോദരന്മാരുടെ പിൻതലമുറക്കാരായി വന്ന, അവരുടെ മക്കളായി വന്ന ആളുകളെയാണ്. അങ്ങനെയാണ് യഹൂദന്മാർ 12 ഗോത്രങ്ങളാകുന്നത്. ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ വിശദമായി കടക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം പിന്നെ ഈജിപ്തിലെത്തുന്നതും അടിമയാകുന്നതും, അവിടെ പിന്നീട് അവിടുത്തെ ധനകാര്യമന്ത്രിയായി, അവിടുത്തെ ഭക്ഷ്യവിഭവങ്ങളുടെ മേൽനോട്ടക്കാരനായി, അവിടുത്തെ ഭരണാധികാരിയായി ഉയർന്നു വരുന്നതും ഒക്കെ നമുക്കറിയാം. പിന്നെ ആ ഒരു പരമ്പരയിൽ നിന്ന്, ആ ഒരു ചരിത്രത്തിൽ നിന്നാണ് പിന്നീട് ബനു ഇസ്രായേലിയർ അവിടെ താമസിച്ചിരുന്ന, ഇവർ അന്ന് അറിയപ്പെട്ടിരുന്നത് നബുത്തികൾ എന്നാണ്, അഥവാ അറബികളായ നബുത്ത് ഗോത്രക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ബനു ഇസ്രായേലിയർ എന്നും അവരറിയപ്പെട്ടു. അപ്പുറത്ത് അവർക്ക് എതിർപക്ഷത്തുണ്ടായിരുന്നത് ഫിറഔനിന്റെ ഗോത്രവും മറ്റുമായിരുന്ന കിബുത്തികൾ. അപ്പൊ കിബുത്തികളും നബുത്തികളും, കിബുത്തികൾ അഥവാ കോപ്റ്റിക് വംശജർ, ഫിറഔന്റെ വംശം, അവർ ഈ നബുത്തികളെ അഥവാ ബനു ഇസ്രായേലിയരെ അടിമകളായി ഭരിച്ചിരുന്നു. അങ്ങനെ അവരിൽ നിന്ന് മൂസ അലൈഹിസ്സലാം ഉണ്ടാകുന്നു. മൂസ അലൈഹിസ്സലാം പിന്നീട് അവിടെ നിന്ന് ഹിജ്റ പോയി മദീനയിലേക്ക് എത്തുന്നു. വീണ്ടും തിരിച്ചു വരുന്നു. ഫിറഔൻ മുങ്ങി മരണപ്പെടുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹവും വലിയ മൂസ അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ സംഭവമായ ചെങ്കടൽ പിളർത്തി അദ്ദേഹം പിന്നീട് ഇസ്രായേലിയർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പുറപ്പെടാൻ പറയുന്ന ആ ദേശത്തേക്ക് പുറപ്പെടുന്നു. ആ ദേശമാണ് ഫലസ്തീൻ. അതാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഫലസ്തീൻ. പക്ഷേ വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും ഒക്കെ പരാമർശിക്കപ്പെടുന്നത് പോലെ അത്യധികം നന്ദികേടിന്റെയും അതുപോലെ തന്നെ ധിക്കാരത്തിന്റെയും ആളുകളായിരുന്നു ഈ ബനു ഇസ്രായേലർ, മൂസ അലൈഹി ഇസ്ലാമിയോടൊപ്പം ഉണ്ടായിരുന്ന ബനു ഇസ്രായേലർ. അവർ ഈ ചെങ്കടൽ പിളർത്തി ഇത്രയധികം ഒരുപാട് മുഅ്ജിസത്തുകൾ മൂസ അലൈഹി ഇസ്ലാമിനോട് കണ്ട് അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് വന്ന ഈ ആളുകൾ പിന്നെ കടൽ കടന്ന് അപ്പുറത്തെത്തിയപ്പോൾ അവരുടെ തനി നിറം പുറത്തു വരികയാണുണ്ടായത്. പിന്നെ അവർ അള്ളാഹുവിനെ നിഷേധിക്കാനും പിന്നെ പലതരത്തിലുള്ള അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാനും മറ്റുമൊക്കെ ഒരുമ്പെടുന്നത്, ഇതൊക്കെ വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലുമായി വളരെ സുതാര്യമായി നമുക്ക് മുമ്പിലുള്ള ചരിത്രങ്ങളാണ്. അങ്ങനെ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നു. ഈ കാനാൻ ദേശത്തുള്ള അഥവാ ഈ ഫലസ്തീനിലുള്ള അന്ന് ജീവിച്ചിരുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനയുണ്ടാകുന്നു. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു വളരെ വിശദമായി ചരിത്രമൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊക്കെയും വിശദീകരിക്കാൻ നിന്നാൽ നമ്മുടെ ഈ ക്ലാസ് വളരെ ദീർഘമായി നീണ്ടുപോകും. അപ്പോ അവരന്ന് പറയുന്നത് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുന ഖായിദൂൻ എന്നാണ്. മൂസാ നബിയോട് അവർ പറയുന്നത് ഇദ്ഹബ് അൻത വറബ്ബുക,
മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഇന്ന ഹാഹുന ഖാഇദൂൻ, നമ്മൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ ഭീരുക്കളായി അള്ളാഹുവിനെ കൽപ്പന ധിക്കരിച്ച ആളുകളാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകദേശം 40 വർഷക്കാലം തീഹ് മരുഭൂമിയിൽ, അഥവാ അവിടെ അവർക്ക് ഈ പട്ടണത്തിലോ അല്ലെങ്കിൽ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന അള്ളാഹു വാഗ്ദാനം ചെയ്ത ഈ പ്രദേശത്തേക്കോ പ്രവേശിക്കാൻ കഴിയാതെ അവരങ്ങനെ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുകയാണ്. അപ്പോഴാണ് മന്നയും സൽവയും ഒക്കെ ഇറങ്ങുന്നതും ആ ചരിത്രമൊക്കെ ഉണ്ടാകുന്നത്. അതിനിടയിൽ മൂസ അലൈഹി സ്വലാം മരണപ്പെടുന്നു. മൂസ അലൈഹി സ്വലാമിന്റെ ജീവിതകാലത്ത് ഈ പറഞ്ഞ ആളുകൾ ബനു ഇസ്രായേലിയർ ഫലസ്തീനിൽ അതിന്റെ അധികാരം കീഴടക്കി അവിടെ പ്രവേശിച്ചിട്ടില്ല. പിന്നെ മൂസ നബി അലൈഹിസ്സലാമയുടെ കൂടെ ഇരുന്ന മൂസ നബിയുടെ ബന്ധു കൂടിയായ പ്രവാചകൻ കൂടിയായ യൂഷ അലൈഹിസ്സലാം, യൂഷ ഇബ്നു നൂൻ, അദ്ദേഹമാണ് പിന്നീട് മൂസ നബിക്ക് ശേഷം ബനു ഇസ്രായേലി സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതും അദ്ദേഹം യുദ്ധം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ യുദ്ധവും അതിനിടയിലുണ്ടായ പല അത്ഭുത സംഭവങ്ങളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം ഉദ്ധരിച്ചത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയാണ് പിന്നീട് ബനു ഇസ്രായേല്യർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ യഹൂദികൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആളുകൾ ചരിത്രത്തിൽ ഫലസ്തീനിന്റെ മേലൊരു ആധിപത്യം ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും എന്ന് വേണമെങ്കിൽ ചരിത്രത്തെ പരിഗണിച്ച് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പിന്നെ അവരവിടെ തുടരുന്നു. യൂഷ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അങ്ങനെ തുടരുന്നു. അവരുടെ ഭരണം ഇങ്ങനെ ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് പല രൂപത്തിൽ 12 ഗോത്രങ്ങൾക്കും 12 പ്രവിശ്യകൾ വീതിച്ചു കൊടുക്കുന്നതും അവർക്കൊക്കെയും കൃത്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നതും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏതായിരുന്നാലും ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ പിന്നെ മൂസ നബി അലൈഹി സ്വലാമയുടെ ഈ അതിനുശേഷം യൂഷ നബി ഓരോ പ്രവാചകരും ബനു ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. രാജാക്കന്മാർ, പ്രവാചകന്മാരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ തുടരെ നൽകിയ ഒരു സമൂഹമായിരുന്നു ഈ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഇസ്രയേലുകൾ അല്ലെങ്കിൽ യഹൂദികൾ ഇന്നും വാദിക്കുന്നത് പോലെ അവരുടെ വാഗ്ദത്ത ഭൂമി എന്ന് വാദിക്കുന്നതിന് എന്നിൽ കാരണക്കാരനായ അവരായിരുന്നു ആദ്യം അവിടെ ഉണ്ടായിരുന്നത് എന്നതിന് പ്രധാനമായും അവർ തെളിവായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ദാവൂദ് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം പോലുള്ള പ്രവാചകന്മാരും ഒരേ സമയം രാജാക്കന്മാരുമായ ആളുകൾ ഈ ബനു ഇസ്രായേലിനെ ഭരിച്ച് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന വലിയ പ്രദേശം അവർ ഭരിക്കുന്നത്. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാം, സുലൈമാൻ നബി അലൈഹി സ്വലാം ഇവരുടെ ഭരണകാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം പല രാജാക്കന്മാരുണ്ടായി, പലതരത്തിലുള്ള സംഘടനകൾ, അവർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായി. അങ്ങനെ 2 രാജ്യങ്ങളായി അവർ വേർപിരിഞ്ഞു. യഹൂദ എന്ന പേരിൽ ഒരു രാജ്യവും അതുപോലെ തന്നെ ഇസ്രായേൽ എന്നു പേരുള്ള ഒരു രാജ്യവും. ഈ 2 രാജ്യങ്ങളായി, 2 പ്രദേശങ്ങളായി ഇങ്ങനെ വേറിട്ട് പരസ്പരം ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പലതരത്തിലുള്ള വൈദേശികമായ ആക്രമണങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. ഈ ഒരു കാലഘട്ടമാണ് നമ്മൾ പറയുന്ന പോലെ ചരിത്രത്തിൽ യഹൂദികൾ അവർ നേരിട്ട് ഫലസ്തീനിൽ അധികാരം ഉറപ്പിച്ചിരുന്ന അവരുടെ രാജ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാലഘട്ടം ഇതാണ്. ഇതിനെയാണ് ഇന്നും ജൂതന്മാർ പുരാതന കാലത്ത് തങ്ങളുടെ സുവർണ കാലഘട്ടമൊക്കെയായി എണ്ണുന്നത്. ഇങ്ങനെ ഇവർ 2 രൂപത്തിൽ ഇതൊക്കെ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ BC വർഷങ്ങൾക്ക് മുമ്പ്, ഈസാ നബി അലൈഹി സ്വലാമയുടെ ഒക്കെ ജനനത്തിന് മുൻപുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ സമയത്ത് അന്ന് ലോകത്തിലെ വൻ ശക്തികളായിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ വൻ ശക്തികളായ പല രാജാക്കന്മാരും, പേർഷ്യ, അതുപോലെ തന്നെ പേർഷ്യയിലെ തന്നെ പല രാജാക്കന്മാർ, മാസഡോണിയ ഭരിച്ചിരുന്ന, ഗ്രീക്ക് ഭരിച്ചിരുന്ന അലക്സാണ്ടറിനെ പോലെയുള്ള ചക്രവർത്തിമാർ, മിസ്രിലെ, ഈജിപ്തിലെ ആളുകൾ, ഇവരിൽ പലരും ഈ പ്രദേശത്തെ നോട്ടമിടുകയും ഈ പ്രദേശത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 ആളുകളാണ്. ഒന്ന് അസീറിയന്മാർ, അഥവാ ബാബിലോണിയ, പുരാതനമായ ബാബിലോണിയയിലെ ഗോത്രവിഭാഗക്കാരാണ്. അവിടെ രാജവംശം സ്ഥാപിച്ച ആളുകളാണ് അസീറിയന്മാർ ഇതുപോലെ ഫലസ്തീനെ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ തന്നെയും അതുപോലെ തന്നെ അസീറിയന്മാരുടെ പിന്തുടർച്ചയും അവരിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗം, അഥവാ പുരാതനമായ മെസപ്പൊട്ടോമിയ, ഇന്നത്തെ ഇറാഖിലെ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന പുരാതന രാജവംശങ്ങളാണ് ഇതൊക്കെ, ഗോത്രങ്ങളാണ് ഇതൊക്കെ. മറ്റൊരു വിഭാഗമാണ് കാൽഡിയന്മാരും അസീറിയന്മാരും പലപ്പോഴായി ഫലസ്തീനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കാൽഡിയൻ രാജാവായിരുന്ന നെബുക്കദ്നസർ, ബൈബിളിലും അതുപോലെ തന്നെ തൗറാത്തിലും അങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിലും മുൻകാല ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു ചക്രവർത്തിയാണ് നെബുക്കദ്നസർ. അറബിയിൽ ബുഖ്ത് നസർ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാം. അദ്ദേഹം BC 597 ഫലസ്തീൻ ആക്രമിച്ചു.
അത് ഫലസ്തീനിൽ താമസിച്ചിരുന്ന യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നഷ്ടങ്ങളിലും ഒരുപാട് ആൾ നഷ്ടവും ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം തന്നെ മുച്ചൂട് നശിക്കാനും കാരണമായ ഒരു സംഭവമായിരുന്നു ഈ 597 നെബുക്കദ് നെസറിന്റെ ആക്രമണം. ഈ ആക്രമണം നടത്തുക എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഈ നെബുക്കദ് നെസർ ബാക്കിയുണ്ടായിരുന്ന യഹൂദികളെ തടവിലാക്കി ബാബിലോണിയയിലേക്ക്, ഇറാഖിലേക്ക് കൊണ്ടുപോയി. പിന്നെ തന്റെ പ്രതിനിധിയായി ഫലസ്തീനിൽ ഈ ഖുദ്സിൽ അത് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൽ ജെറുസലേമിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ഒരു രാജാവിനെ നിശ്ചയിക്കുകയും ചെയ്തു. അപ്പൊ ഇത് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു പലായനം കൂടിയാണ്. യഹൂദികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാനും ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ ഒരു ആക്രമണത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് അനന്തരഫലമായിട്ടാണ് യഹൂദികൾ പിന്നീട് യസ്രിബിലേക്ക് അഥവാ മദീനയിലേക്കൊക്കെ എത്തിപ്പെട്ടത് എന്നും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ മദീനയിൽ യസ്രിബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അവിടെ യഹൂദ സെറ്റിൽമെന്റുകളുണ്ട്, യഹൂദ ഗോത്രങ്ങളുണ്ട്. അവിടെ എത്രയോ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി താമസിക്കുന്ന യഹൂദരുണ്ട്. അപ്പൊ അവരെവിടെ എത്തി എന്നുള്ളതിന്റെ പിന്നീടുള്ള അന്വേഷണം പോകുമ്പോൾ നെബുക്കദ് നെസറിന്റെ ആക്രമണം കാരണമായി അന്ന് ചിന്തിച്ചിതറിയ, അതുപോലെ തന്നെ പിന്നെ ബാബിലോണിയയിലേക്ക്, ഇറാഖിലേക്ക് നെബുക്കദ് നെസർ അടിമകളായി കൊണ്ടുപോയ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകളും പലായനം ചെയ്തവരുമാണ് യസ്രിബിലും അതുപോലെ തന്നെ അറേബ്യൻ ഉപദ്വീപിന്റെ പല പ്രദേശങ്ങളിലേക്കും ഒക്കെ എത്തിപ്പെട്ടത് എന്ന് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത് കാണാൻ കഴിയും. ഏതായിരുന്നാലും അത് അവരുടെ ചരിത്രത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ നെബുക്കദ് നെസറിന്റെ ആക്രമണം. അതുപോലെ തന്നെ പേർഷ്യൻ രാജാക്കന്മാർ, പേർഷ്യ എന്ന് പറയുന്നത് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരുന്ന കാലത്ത് നമുക്ക് പേർഷ്യ, അതുപോലെ തന്നെ റോം, ഇതൊക്കെയാണ് അന്നത്തെ ലോകത്തെ വൻ രാഷ്ട്രങ്ങളും വൻ ശക്തികളും. പേർഷ്യൻ രാജാക്കന്മാർ ഫലസ്തീനെ ആക്രമിച്ചിട്ടുണ്ട്. അവർ പ്രധാനമായും ബാബിലോണിയ വഴി അവർ ബാബിലോണിയ കീഴടക്കുകയും പിന്നെ ഫലസ്തീൻ കീഴടക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഗ്രീക്കുകാർ, അതിൽ തന്നെ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി തന്റെയുള്ള ജൈത്രയാത്ര പര്യടനം തുടരുന്നതിനിടയിൽ സിറിയ, ഷാം, അതുപോലെ തന്നെ ഫലസ്തീനൊക്കെ കീഴടക്കിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഏകദേശം BC 330കളിലൊക്കെയാണ് പിന്നെ അലക്സാണ്ടറിന്റെ ഈ തേരോട്ടം ഉണ്ടാകുന്നത്. അപ്പൊ ഗ്രീക്കുകാർ ഈ പ്രദേശം ഭരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഗ്രീക്കുകാർക്ക് ശേഷം റോമക്കാർ ഈ പ്രദേശം ഭരിച്ചിട്ടുണ്ട്. റോമക്കാരുടെ ഈ ഒരു ഭരണകാലഘട്ടം കുറച്ചധികം ഒരു നീണ്ട ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടം ആണ് നമ്മൾ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫലസ്തീൻ ഭരിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളായ റോമക്കാർ അവര് ഭരണം തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തോളം മുസ്ലിങ്ങൾ, പ്രവാചകന്റെ നിയോഗം ഉണ്ടായി, മുസ്ലിങ്ങൾ ഈ ഫലസ്തീൻ, ഷാം ആക്രമിക്കുന്നത് വരെ റോമക്കാരാണ് ഈ പ്രദേശം, അഥവാ ബൈസാന്റൈൻ സാമ്രാജ്യമാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത്. ഇങ്ങനെ ചരിത്രം ഇങ്ങനെ വന്നു പോകുന്നത്. റോമക്കാരിൽ തന്നെ ഇതിനിടയിൽ ബാബിലോണിയയിൽ നിന്ന് അടിമകളായി പിടിച്ചുകൊണ്ടുപോയ യഹൂദന്മാർ അവർ തിരിച്ചു വരാനും ഒക്കെ കലാപങ്ങളും ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അവരിൽ പലരും പിന്നെ അവിടുത്തെ ഭരണം മാറിയപ്പോൾ തിരിച്ചു വന്നിരുന്നു. അതിൽ തന്നെയും ഈ റോമൻ ക്രിസ്ത്യൻ സാമ്രാജ്യം, ബൈസന്റൈൻ സാമ്രാജ്യം, അവരുടെ മതം ക്രിസ്തു മതമാണ്. അവർ യഹൂദന്മാർക്കെതിരെ വളരെയധികം ആക്രമണങ്ങളും ഒക്കെ അഴിച്ചുവിട്ടു. വളരെ അടിമകളായി താഴ്ന്ന രൂപത്തിലായിരുന്നു യഹൂദികളെ ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ അവർ കണ്ടിരുന്നത്. അങ്ങനെ യഹൂദികൾ ഈ രാജ്യത്ത് തന്നെ, ഫലസ്തീനിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അവർ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ബൈസന്റൈൻ രാജാവായിരുന്ന ഹേഡ്രിയൻ അവരെ അടിച്ചൊതുക്കുന്നതും ആ കലാപം പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നതും, അങ്ങനെ യഹൂദന്മാർ പിന്നെ തലപൊക്കാൻ കഴിയാത്ത രൂപത്തിൽ ചിന്തിച്ചിതറി പോകുന്നതും ഒക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ പറഞ്ഞ റോം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുർ റൂം എന്ന് ഒരു അധ്യായം തന്നെ ഉൾപ്പെടുത്തിയ റോമക്കാർ എന്ന് പറയുന്നത് ഈ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബൈസന്റൈൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. അന്ന് ഹെറാക്ലിയസ് എന്ന് പറയുന്ന, ഹിറക്കിൽ എന്ന് അറബിയിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഹെറാക്ലിയസ് രാജാവ് ഭരിച്ചിരുന്ന ബൈസാന്റൈൻ സാമ്രാജ്യം, ഇന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കിയിലെ ഇസ്താംബുൾ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ തിയോഡ്രോസ്, ഇവർ രണ്ടുപേരും ചരിത്രത്തിൽ അറിയപ്പെട്ടവരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്ത എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ യുദ്ധത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 സ്വഹാബിമാരെ, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെയും ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയും
ഷഹീദാകുമെന്ന് പ്രവചിച്ച് പറഞ്ഞയച്ച യുദ്ധമാണ് മൂച്ച. ആ മൂച്ച യുദ്ധത്തിൽ 2 ലക്ഷത്തോളം വരുന്ന ഹെറാക്ലീസിന്റെയും സഹോദരൻ തിയോഡ്രസിന്റെയും സൈന്യത്തെയാണ് മുസ്ലിങ്ങൾ നേരിടുന്നത്. പിന്നെ ഷാമുമായും അതുപോലെ തന്നെ ബൈസാന്റൈൻ സാമ്രാജ്യവുമായൊക്കെയുള്ള യുദ്ധങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ അധികം ഒന്നും ഉണ്ടായില്ല. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ പിന്നെയും അത് തുടർന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നെ ഈ ബൈസാന്റൈൻ സാമ്രാജ്യവുമായുള്ള യുദ്ധം തുടർന്നു. അജ്നാദൈൻ എന്നറിയപ്പെടുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ തിയോഡ്രസിന്റെ ഹെറാക്ലീസിന്റെ സഹോദരൻ തിയോഡ്രസിന്റെ നേതൃത്വത്തിൽ വന്ന റോമൻ സാമ്രാജ്യത്തോട് അജ്നാദൈൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് 634 CE 634 AD 634 വെച്ച് നടക്കുന്ന അജ്നാദൈൻ യുദ്ധം. അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ബൈസാന്റൈൻ സാമ്രാജ്യവും ആയി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നാണ്. അതുപോലെ യർമൂക്ക് യുദ്ധം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ യർമൂക്ക് ഉണ്ടായി. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ ബൈസാന്റൈൻ സാമ്രാജ്യത്തിന്റെ അടിവേരറുക്കുന്ന യുദ്ധങ്ങൾ പിന്നീടുണ്ടായി. അവസാനം നമ്മൾ ഈ പറയുന്ന പ്രദേശം, ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, ബൈത്തുൽ മഖ്ദിസും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ന് നമ്മൾ ഫലസ്തീനായി പറയുന്ന ജെറൂസലേമും ഒക്കെ അടങ്ങുന്ന ഈ പ്രദേശം, അന്നത്തെ ഈ പറയുന്ന പ്രദേശം ക്രിസ്തു മത വിശ്വാസികളാണല്ലോ ഉള്ളത്. ബൈത്തുൽ മഖ്ദിസും ഖുദ്സും ഒക്കെ അന്ന് ക്രിസ്തീയ ദേവാലയമായി മുന്നോട്ട് പോകുന്ന സമയമാണ്. യഹൂദന്മാർ ചരിത്രത്തിൽ ഇല്ല. അവർ അവസാനം അവർ പറയുന്നത്, അവർ വെക്കുന്ന ഉടമ്പടി, നമ്മൾ ഈ ഖുദ്സ് അതുപോലെ തന്നെ ഈ പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, ബൈത്തുൽ മഖ്ദിസ് ഒക്കെ ഉൾക്കൊള്ളുന്ന പുണ്യപുരാതനമായ നഗരം നമ്മൾ മുസ്ലിങ്ങൾക്ക് വിട്ടുതരാം, പക്ഷെ ഒരു കണ്ടീഷനിൽ. അന്നത്തെ ക്രിസ്തീയ പാത്രിയാർക്കീസ് ആയിരുന്ന പിന്നെ സൊഫ്രോണിയസ് എന്ന് പറയുന്ന ക്രിസ്തീയ പുരോഹിതൻ, അയാൾ വെക്കുന്ന ഉടമ്പടി, നിങ്ങളുടെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരിട്ട് വന്ന് ഖുദ്സ് പട്ടണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം, അദ്ദേഹത്തിന് നമ്മളത് കൈമാറാം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഈലിയ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ പല പേരുകളിലുമായിരുന്നു ഈ ഖുദ്സ് എന്ന് പറയുന്ന പ്രദേശം, ഇന്ന് നമ്മൾ പറയുന്ന ബൈത്തുൽ മഖ്ദിസും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് പോകുന്നതും അദ്ദേഹത്തിന് ക്രിസ്തീയ പുരോഹിതന്റെ കയ്യിൽ നിന്ന്, സൊഫ്രോണിയസിന്റെ കയ്യിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങുന്നതും, ബൈത്തുൽ മഖ്ദിസിന്റെയും ആ ഖുദ്സ് പട്ടണത്തിന്റെയും ഫലസ്തീൻ പ്രദേശത്തിന്റെയും മൊത്തം ഷാമിന്റെയും ഒക്കെ അധികാരം മുസ്ലിങ്ങളുടെ കയ്യിൽ വരുന്നതും ഒക്കെ ചെയ്ത് നമുക്കറിയാം. അന്ന് മുതൽ പിന്നെ പല അറബ് ഗോത്രങ്ങളും, പല നാട്ടിൽ നിന്നുള്ള ആളുകൾ, ഖുറൈശികൾ, അതുപോലെ തന്നെ ഗോത്ര വ്യത്യാസമില്ലാതെ തന്നെ ഒരുപാട് ആളുകൾ ഷാമിൽ പോയി, ഫലസ്തീനിൽ പോയി താമസമാക്കിയിട്ടുണ്ട്. ഖുറൈശികളിൽ നിന്ന് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പല അറബ് നാടുകളിൽ നിന്നും ആളുകൾ അവിടെ വന്ന് താമസമാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, ഫിലിസ്തീൻ എന്നുള്ള പേരും കനാനികൾ, ഇതൊക്കെയും അറബ് അടിസ്ഥാനപ്പെടുത്തിയ അറബ് ജനത താമസിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു. യഹൂദന്മാർ പിന്നെയാണ് അവിടേക്ക് വരുന്നതും അവർ പലായനം ചെയ്താണ് അങ്ങോട്ടേക്ക് എത്തുന്നതും. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വേറെയും പല അറബ് ജനത അവിടെ വന്നു. നമുക്കറിയാം, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകളൊക്കെ ഗസയിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഖുറൈശി വംശജനാണ്. പക്ഷെ അദ്ദേഹം കച്ചവടത്തിനായും മറ്റും അദ്ദേഹത്തിന്റെ കുടുംബം ഉപ്പ അവിടെ താമസമാക്കുന്നു. പിന്നെ 2ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഉമ്മയാണ് തിരിച്ച് അദ്ദേഹത്തെ മക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ പല ഗോത്രങ്ങൾ, പല നാടുകളിൽ നിന്നും പല ആളുകളും വന്ന് സിറിയയിൽ നിന്നും, ഹിജാസിൽ നിന്നും, മക്കയിൽ നിന്നും, മദീനയിൽ നിന്നും ഒക്കെ പല നാടുകളിൽ നിന്നും ആളുകൾ വന്ന് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് താമസമാക്കുകയുണ്ടായി. പിന്നെ ഖലീഫമാരുടെ കാലഘട്ടം കഴിഞ്ഞു, ഉമവി ഖലീഫമാരുടെ കാലഘട്ടം എത്തി, അബ്ബാസി ഖലീഫമാരുടെ കാലഘട്ടം എത്തി. അവിടെയൊക്കെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമായും അവർക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, അവരുടെ 3ാമത്തെ ഹറം എന്ന് പറയാൻ കഴിയുന്ന, 1ാമത്തെ ഖിബിലയായ മസ്ജിദുൽ അഖ്സ അടക്കമുള്ള ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന പുരാതനമായ ആ നഗരമുള്ളത് അവിടെയാണ്. അപ്പോ അത് സ്വാഭാവികമായി അവർ സംരക്ഷിച്ചു, അതിനെ കൃത്യമായി പരിപാലിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന ഫലസ്തീനിന്റെ ചിത്രങ്ങളിൽ, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിന്റെ ചിത്രങ്ങളിൽ കാണുന്ന പലതും ഉമവി കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അബ്ബാസി കാലഘട്ടത്തിലോ ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി അബ്ദുൽ മലിക് ബിൻ മർവാൻ, അദ്ദേഹം ഉമവി ഖലീഫയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അബ്ദുൽ മലിക് ബിൻ മർവാൻ, അദ്ദേഹത്തിന്റെ മക്കൾ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, ഹിഷാം ബിൻ അബ്ദുൽ മലിക്, ഇവരൊക്കെ ഖലീഫമാരായിരുന്നു. മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഖുബ്ബത്തുസ് സഖ്റ എന്ന് പറയുന്ന ബൈത്തുൽ മഖ്ദിസിലെ, ഖുദ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർമ്മിതിയുടെയും ഒക്കെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ആളുകളാണ് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കും അതുപോലെ തന്നെ അബ്ദുൽ മലിക് ബിൻ മർവാനും പോലെയുള്ള ഇസ്ലാമിക ലോകത്തെ ഉമവി ഖലീഫമാരായിരുന്ന ആളുകൾ.
അതുപോലെ തന്നെ അതിനുശേഷം വന്ന അബ്ബാസി ഖലീഫുമാരും അതേ രൂപത്തിൽ തന്നെ ഈ ഫലസ്തീനെ സംരക്ഷിച്ചു പോകും. പിന്നെ കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഇസ്ലാമിക ലോകത്ത് അബ്ബാസി ഖിലാഫത്തിന്റെ കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഫിത്നകളിൽ ഒന്നായിരുന്നു ഷീഇകളുടെ ഫിത്ന. അവർ പല രൂപത്തിൽ ഇസ്ലാമിക സാമ്രാജ്യത്തെ ഉള്ളിൽ നിന്നും തുരങ്കം വയ്ക്കാനും ചതിക്കാനും വഞ്ചിക്കാനും ഉള്ളിൽ നിന്നുകൊണ്ടും ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കാനും ശ്രമിച്ചു എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ വേദനാജനകമായ അധ്യായങ്ങളിൽപ്പെട്ടതാണ്. അതിൽ പല ആളുകൾ കർമ്മത്തികൾ എന്ന് പറയുന്ന ഷീഇകളിലെ തന്നെ അതിതീവ്രമായ ഒരു വിഭാഗമാണ്. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ ഹറവും മസ്ജിദുൽ നബവിയും ഒക്കെ ഇസ്ലാമിന്റെ പുണ്യവും അതുപോലെ തന്നെ ശ്രേഷ്ഠകരവുമായ സ്ഥലങ്ങളൊക്കെയും ആക്രമിക്കുകയും അവിടെയുള്ള ആളുകളെ നിഷ്കരണം കൊന്നൊടുക്കുകയും മസ്ജിദുൽ ഹറമിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ച് 22 കൊല്ലക്കാലം അങ്ങനെ ഹജറുൽ അസ്വദ് ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്ത ചരിത്രം അത് അവകാശപ്പെടാനുള്ള ആളുകളാണ് കർമ്മത്തികൾ. ഇസ്ലാമിക ലോകത്ത് കറാമിത്തകൾ പിന്നെ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഈ ഷീഇകൾ, ഈ കർമ്മത്തികൾ, അന്ന് അബ്ബാസി ഖിലാഫത്ത് തകരാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊക്കെ ഒന്ന് ഈ ഷീഇകൾ ഉള്ളിൽ നിന്ന് ശത്രുക്കളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. ഇസ്ലാമിനപ്പുറത്ത് ഏതൊക്കെ ശത്രുക്കളുണ്ടോ, അത് കുരിശ് യുദ്ധക്കാരാവട്ടെ അല്ലെങ്കിൽ മംഗോളികൾ, ചെങ്കിസ് ഖാന്റെ പിൻഗാമികളാകട്ടെ, അവരൊക്കെ ഈ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കത്തയച്ച് അല്ലെങ്കിൽ രാഖി രാമാനം മുസ്ലിങ്ങളെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി കോട്ടവാതിലുകൾ തുറന്നു കൊടുത്ത് ഇസ്ലാമിന്റെ അന്നത്തെ അബ്ബാസി ഖലീഫമാരെ പണത്തിന് വേണ്ടി മാത്രം വഞ്ചിച്ച് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി കൂട്ടുന്ന ആളുകളായിരുന്നു ഷീഇകൾ. അങ്ങനെ ഈ ഷീഇകളിലെ തന്നെ പല വിഭാഗങ്ങൾ, റാഫിദികൾ, ഖർമത്തികൾ ഒക്കെ ഈ സമയത്ത് കടന്നു വരുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഉബൈദികൾ അല്ലെങ്കിൽ ഫാത്തിമികൾ. ഉബൈദികൾ അവർ ഉത്തരാഫ്രിക്കയിൽ, ഇന്നത്തെ നോർത്ത് ആഫ്രിക്കയിലെ ടുണീഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ തുടങ്ങി. അവരങ്ങനെ വളർന്നു. അവർ ഫാത്തിമകൾ എന്ന പേര് യാതൊരു അവകാശവും ഇല്ലാതെ അവർ സ്വയം സ്വീകരിച്ചതാണ്. അഥവാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിൻഗാമികൾ എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. അവര് യാതൊരു അടിസ്ഥാനവുമില്ല, അവരുടെ പാരമ്പര്യം ഇങ്ങനെ വെറുതെ അവകാശപ്പെടുന്നത് മാത്രം. അവർ പക്ക ഷീഇകളാണ്, കടുത്ത ഷീഇകളാണ്. ഇസ്ലാമിന് ഒരുപാട് ദോഷങ്ങൾ വരുത്തി വെച്ച ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആദർശങ്ങളെയൊക്കെ തകർക്കാൻ ശ്രമിച്ച ആളുകളാണ്. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ നബിദിനവും അതുപോലെ തന്നെ മീലാദും ഒക്കെ ആദ്യമായി തുടങ്ങി വെച്ചത് ഉബൈദികൾ അഥവാ ഈ ഫാത്തിമികളാണ്. അവർ ആദ്യം ടുണീഷ്യയിലായിരുന്നു, പിന്നെ അവരുടെ ഭരണസിരാ കേന്ദ്രം ഈജിപ്തിലേക്ക് എത്തി. ഈ സമയത്താണ് ഈജിപ്തിന്റെ കീഴിൽ ഈ പറയുന്ന ഇവരുടെ കീഴിൽ ഫലസ്തീനിന്റെ ഒരു വലിയൊരു അളവോളം നിയന്ത്രണം ഉണ്ടാവുന്നത്. ഈ സമയം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഇതേ സമയത്താണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഭീഷണികളിൽ ഒന്നായ കുരിശുദ്ധം എന്ന് പറയുന്നുണ്ടാവും. 2-3 നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഇന്നത്തെ യൂറോപ്പിൽ നിന്ന് അന്നത്തെ ക്രിസ്തീയ മതമേലധ്യക്ഷനായ പോപ്പ് അർബൻ രണ്ടാമന്റെ നിർദ്ദേശപ്രകാരം അന്ന് യൂറോപ്പിൽ നിന്ന്, ഫ്രാൻസിൽ നിന്നും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും ഇന്നത്തെ പ്രധാനപ്പെട്ട യൂറോപ്പിലെ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അനവധി ആളുകൾ ഫലസ്തീൻ കീഴടക്കാൻ വേണ്ടി ക്രിസ്തു മതഭ്രാന്ത് മൂത്ത് കണ്ണിൽ കാണുന്നതൊക്കെയും തട്ടി തകർത്തുകൊണ്ട് അവർ രംഗത്ത് വരുന്ന അങ്ങനെയാണ്. കുരിശുപടയാളികൾ എന്നറിയപ്പെട്ട ആ ഒരു സമയത്ത് കുരിശുപടയാളികൾക്ക് മുസ്ലിങ്ങളുടെ ഏറ്റവും കണ്ണിലുണ്ടിയായ ഈ പ്രദേശം അവർക്ക് വേണ്ടി കൊടുക്കുന്നത് വേണമെങ്കിൽ ഈ ഫാത്തിമികളും ഉബൈദികളും ഇസ്ലാമിക ലോകത്ത് അന്ന് നടത്തിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് ഒക്കെ പിന്നീട് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുന്നതും ഫലസ്തീൻ തിരിച്ചു പിടിക്കുന്നതും നമുക്ക് ഏവർക്കും സുപരിചിതമായ ചില വ്യക്തിത്വങ്ങളാണ്. അതിലൊന്ന് ഹെത്തീൻ എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് ഫലസ്തീന്റെ വിഷയത്തിലും ഏറ്റവും അറിയപ്പെട്ട യുദ്ധത്തിലൂടെ പിന്നീട് ഫലസ്തീൻ തിരിച്ചു പിടിച്ചയാളാണ് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഒരുപാട് വാചകങ്ങൾ നമുക്ക് അന്നത്തെ ലോകത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് കാണാൻ കഴിയും. കുരിശു പടയാളികളോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഉബൈദികളോടും ഫാത്തിമകളോടും യുദ്ധം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്ന ആശയത്തിലുള്ള വാചകങ്ങൾ പോലും അദ്ദേഹത്തിന് നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രമാത്രം മറ്റുള്ളവർ മുസ്ലിങ്ങളുടെ ബാഹ്യമായ ശത്രുക്കളാണെങ്കിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പണ്ട് കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ ചെയ്ത പണി പോലെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിങ്ങളെ ഒറ്റിക്കൊടുക്കാനും വേണ്ടി ശ്രമിച്ച ആളുകളായിരുന്നു ഈ ഉബൈദികൾ, ഫാത്തിമകൾ. അതുകൊണ്ട് തന്നെ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി കുരിശുപടയാളികളോട് യുദ്ധം ചെയ്ത് ഫലസ്തീൻ തിരിച്ചെടുത്തു എന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ നേട്ടം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം ഈ ഉബൈദികളെയും ഫാത്തിമകളെയും ഈജിപ്തിൽ നിന്നും അതിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും അദ്ദേഹം കെട്ടുകെട്ടിച്ചു എന്നതുകൂടിയാണ്. അതുകൊണ്ടാണ് അന്നത്തെ അഹ്ലുസുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെയും സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. വിഖ്യാത പണ്ഡിതനായിരുന്ന ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി 42 വയസ്സുണ്ടായിരുന്ന ഹിത്തീൻ യുദ്ധത്തിന് സമയത്ത് 42കാരനായിരുന്ന ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി
വലിയ പണ്ഡിതനാണ്. ഹംബലി മദ്ഹബിലെ അൽ മുഖ്നിയ എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥം എഴുതിയ, അഖീദയുടെ ലുംഅത്തുൽ ഇഅ്തിഖാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒക്കെ കർത്താവ്, ഇന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് അതൊക്കെ. അതിനൊക്കെ കർത്താവ് കൂടിയായ ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് വാള് പിടിച്ച് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ സൈന്യത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ചരിത്രത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മഖ്ദിസി കുടുംബം എന്നറിയപ്പെട്ട ചരിത്രത്തിൽ പാണ്ഡിത്യം കൊണ്ട് അറിയപ്പെട്ട കുടുംബമുണ്ട്. അബ്ദുൽ ഖനിയിൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ ഒരുപാട് മഖ്ദിസികളായ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെയും അന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുത്തതായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഹിത്തീൻ പോലുള്ള വളരെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്നു. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടെടുത്തു. അതുപോലെ തന്നെ പിന്നീട് മംലൂക്ക് രാജവംശം ഉണ്ടായി. മംലൂക്ക് രാജവംശത്തിന്റെ കാലത്തും ഈ പറയുന്ന കുരിശ് യുദ്ധക്കാരോടും ഫലസ്തീനിന്റെ വിമോചനത്തിനും വേണ്ടി യുദ്ധങ്ങൾ നടന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു ഐൻ ജാലൂത്ത് യുദ്ധം. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ കാലഘട്ടം, അതുപോലെ ഖലീഫമാരുടെ കാലഘട്ടം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായി അറിയപ്പെടുന്ന രണ്ട് യുദ്ധങ്ങളാണ് ഹിത്തീൻ യുദ്ധവും അതുപോലെ തന്നെ ഐൻ ജാലൂത്ത് യുദ്ധവും. ഹിത്തീൻ യുദ്ധം സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നുവെങ്കിൽ ഐൻ ജാലൂത്ത് യുദ്ധം സൈഫുദ്ദീൻ ഖുതുസ് എന്നറിയപ്പെടുന്ന നല്ല തഖ്വയും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള നല്ല രൂപത്തിൽ ദീൻ മുറുകെ പിടിച്ചിരുന്ന ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയായിരുന്നു എന്ന് കാണാം. പിന്നെ അതിൽ നിന്നാണ് പിന്നെ അവസാനം ഈ പറഞ്ഞ ഇതിന്റെ തുടർച്ചയായി പിന്നെ ഏറ്റവും അവസാനം ഉണ്ടായ ഉസ്മാനി ഖിലാഫത്തിന്റെ കൈകളിലേക്ക്, അതായത് നമ്മുടെ ഒരു ഇതിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 14-15 നൂറ്റാണ്ടുകളിലേക്ക് ഉസ്മാനി ഖിലാഫത്ത് ഉണ്ടാകുന്നു. തുർക്കി കേന്ദ്രീകരിച്ച്, ഇസ്താംബുൾ കേന്ദ്രീകരിച്ചു ഉസ്മാനി ഖിലാഫത്ത് ഉണ്ടാകുന്നു. ഉസ്മാനി ഖലീഫുമാരുടെ കൈകളിലേക്ക് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ആ ഒരു ഇതിലേക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം എത്തിപ്പെടുന്നു. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ പറയുന്ന ഇന്നത്തെ യഹൂദരുടെ സയനിസ്റ്റുകളുടെ കയ്യിലേക്ക് ഫലസ്തീൻ എന്ന പ്രദേശം എത്തിപ്പെടുന്ന ചരിത്രമുണ്ടായി. ഇത് വളരെ ബ്രീഫായ ഒരു ചരിത്രമാണ്. ഞാൻ പറയുന്ന ഈ ഒരു ഓർഡറിൽ പിന്നെ നമുക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ആരൊക്കെ ഈ പ്രദേശം ഭരിച്ചിരുന്നു എന്നുള്ളത്. ഇതിൽ ഒരേ ഒരു തവണ അവകാശപ്പെടാനുള്ളത് ബനു ഇസ്രായേല്യർ എന്ന് പറയുന്ന രണ്ടാമത്തെ കന്നാനികൾ കഴിഞ്ഞ് പിന്നീട് ദാവൂദ് നബി അലൈഹി ഇസ്ലാം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയുടെ ഒരു കാലഘട്ടത്തിലാണ് യഹൂദികൾ കുറച്ചെങ്കിലും ഫലസ്തീൻ പ്രദേശം ഭരിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ വകുപ്പുള്ളൂ. അതിനപ്പുറത്ത് ഫലസ്തീനിലെ അടിസ്ഥാന ദേശക്കാരും അവിടെ താമസിച്ചിരുന്ന ആളുകളും അവിടുത്തെ തദ്ദേശീയ ജനതയും എന്ന് പറയുന്നത് കന്നാനികളായിരുന്നു. അവർ അറബ് ജനതയായിരുന്നു, യഹൂദികളായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. പിന്നീട് ഏറ്റവും അവസാനം നമ്മൾ സ്ലൈഡിൽ കാണുന്നത് പോലെ ഉസ്മാനി ഖലീഫയായിരുന്ന അവസാനത്തെ ഉസ്മാനി ഖലീഫയായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ. അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ കാലത്താണ് ബ്രിട്ടനും അതുപോലത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഫലസ്തീൻ എത്തിപ്പെടാനുള്ള രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് ഈ പറയുന്ന സയണിസത്തിന്റെ തുടക്കക്കാരൻ സയണിസം എന്ന ആശയം കൊണ്ടുവന്ന് അതിനെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റി അതിനെ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുന്നതിന്റെ ആശയത്തിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ഹംഗേറിയൻ അല്ലെങ്കിൽ ഓസ്ട്രിയൻ, അന്നത്തെ ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തിൽ ജനിച്ച അയാൾ അന്നത്തെ സുൽത്താനായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ, ഉസ്മാനി ഖിലാഫത്തിന്റെ അവസാനത്തെ സുൽത്താനാണ്. അദ്ദേഹത്തിന് നിരന്തരമായി കത്തുകൾ എഴുതുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ജൂതന്മാർക്ക് മാത്രം വിട്ടുകിട്ടണം. 1800കളുടെ അവസാനമാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് 18ാം നൂറ്റാണ്ടിൽ 19ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിന് സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ തിരിച്ചെഴുതിയ ഒരു മറുപടിയാണ് ഞാൻ ഈ എടുത്തു കൊടുത്തിരിക്കുന്നത്. അത് വളരെ പിന്നെ ഏതൊരു മുസ്ലിമിനെയും കോരിത്തെരിപ്പിക്കുന്ന ഒരു മറുപടിയാണ്. ആ മറുപടി അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഇനി ഫലസ്തീനിലെ ഒരു ചാൺ അതുപോലും എനിക്ക് നിങ്ങൾക്ക് വിട്ടുതരാൻ കഴിയില്ല. അത് എന്റെ സ്വന്തം സ്വകാര്യമായ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ എന്ന എന്റെ സ്വന്തം സ്വത്തല്ല, ഉടമസ്ഥതയിലുള്ളതല്ല. ബൽ മിൽകുൽ ഉമ്മത്തിൽ ഇസ്ലാമിയ, അത് മുഴുവൻ മുസ്ലിം ഉമ്മത്തിന്റെയും ഉടമസ്ഥതയിലുള്ള അവരുടെ പ്രദേശമാണ് എന്ന് അദ്ദേഹം അതിനുവേണ്ടി എത്രയോ മുസ്ലിങ്ങൾ, നമ്മുടെ ആളുകൾ രക്തം കൊടുത്തിട്ടുണ്ട്, ത്യജിച്ചിട്ടുണ്ട്, ജീവൻ ത്യജിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ഈ മറുപടിയിൽ ഉൾപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ആ മറുപടി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: വഹാദ അംറുൻ ലാ യകൂൻ, ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, ഇത് നിങ്ങൾക്ക് ഞാനൊരിക്കലും തരാൻ പോകുന്നില്ല. ഇന്നി ലാ അസ്തതിഉൽ മുവാഫഖ അലാ തശ്രീഹി അജ്സാദിന വനഹ്നു അലാ ഖൈദിൽ ഹയാ, ജീവിച്ചിരിക്കുന്ന സമയം ജീവനോടുകൂടി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം മുറിച്ചു കൊടുക്കാൻ നമുക്ക് അത് അനുവദിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫലസ്തീൻ എന്നത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മുറിച്ചു തരാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന വളരെ കൃത്യമായ മറുപടിയായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ അന്ന് കൊടുക്കുന്നത്.
അപ്പോ ഫലസ്തീൻ എന്ന് പറയുന്നത് വളരെ പുരാതന കാലം മുതൽ നമുക്ക് ലഭ്യമായ അതിന്റെ ചില ഭൂപടങ്ങൾ കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് പുരാതന കാലത്ത് യഹൂദന്മാർ ഭരിച്ചിരുന്നു എന്ന് പറയുന്ന സമയത്തുണ്ടായിരുന്ന ചരിത്ര രേഖകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന ഒരു അന്നത്തെ ഒരു ഭരണപ്രദേശത്തിന്റെ ഒരു ഭൂപടമാണ്. അതോടൊപ്പം വലതുവശത്ത് കാണുന്നത് 1947 നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഫലസ്തീനും ഇസ്രയേലും എന്ന് പറയുന്ന രണ്ട് രാഷ്ട്ര നിർമ്മിതികൾക്ക് കാരണമായ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തെ തുടർന്നുള്ള ഭൂപടവുമാണ്. ഇനി അൽ ഖുദുസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തേക്ക് വരാം. നമ്മളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന നിർമ്മിതിയുണ്ട്. ഇതെന്താണ് എന്ന് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാൻ പറ്റും. ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുകയാണെന്ന് അറിയാനും വേണ്ടി നമ്മൾ ചാറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് എഴുതിയാൽ മതി, എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും എഴുതുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസ് ആണ്, അതുപോലെ തന്നെ ഡോം ഓഫ് ദി റോക്ക് ആണ്, മസ്ജിദുൽ അഖ്സയാണ് എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഡോം ഓഫ് ദി റോക്ക് ആണ്. ഓക്കെ, അതെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ എഴുതി. ഇത് ഖുബ്ബത്തു സഖ്റ, ഖുബ്ബ എന്ന് പറഞ്ഞാൽ ഡോം, താഴികക്കുടം എന്നാണല്ലോ അർത്ഥം. ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന നിർമ്മിതിയാണ് നമ്മൾ കാണുന്നത്. പല ആളുകളും ഇതാണ് മസ്ജിദുൽ അഖ്സ തെറ്റിദ്ധരിക്കാറൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഇത് ഖുബ്ബത്തു സഖ്റ എന്ന് പറയുന്ന നിർമ്മിതിയാണ്. യഥാർത്ഥത്തിൽ അൽ ഖുദ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത് ഒരൊറ്റ നിർമ്മിതിയോ അല്ലെങ്കിൽ ഒരൊറ്റ കെട്ടിടമോ ഒന്നുമല്ല. അൽ ഖുദ്സ് എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു മദീനത്തുൽ ഖുദ്സ് കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒന്നാണ്. ഒരാളെ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്, ദ ഹോൾ കോമ്പൗണ്ട് ഈസ് മസ്ജിദുൽ അഖ്സ എന്ന് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അൽ ഖുദ്സ് എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു ഭൂപ്രദേശം, ആ അതിനുള്ളിലുള്ള ചില നിർമ്മിതികളാണ്. ഒന്ന്, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ കാണുന്ന ഖുബ്ബത്തു സഖ്റ. രണ്ട്, മസ്ജിദുൽ അഖ്സ. ഇത് മസ്ജിദുൽ അഖ്സയുടെ ഒരു ഭാഗമാണ്. ഇതിനെ മസ്ജിദുൽ ഖിബ്ലി എന്നും പറയാറുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി നിസ്കരിച്ച അതേ സ്ഥലമാണ് ഇവിടെ മസ്ജിദുൽ അഖ്സ. എന്നാൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഒരു പള്ളിയുടെ ആ പ്രദേശം ഈ ഒരു നിർമ്മിതി മാത്രമല്ല, ഇതിന് ചുറ്റുപ്രദേശത്തുള്ള ഖുബ്ബത്തു സഖ്റയുടെ വശങ്ങളിലുമൊക്കെയുള്ള അതിനും അപ്പുറത്ത് വിശാലമായി സാധാരണ നമ്മൾ ഈ പലതരത്തിൽ ഫലസ്തീനിന്റെ ഫോട്ടോകളിലും വീഡിയോകളിലും ഒക്കെ കാണാറുള്ള മേൽക്കൂരയൊന്നും ഇല്ലാത്ത കുറെ നിരപ്പായ സ്ഥലമുണ്ട്, ആളുകൾ നിസ്കരിക്കുന്ന സ്ഥലം. അതിന് മുസല്ലൽ മർവാനി എന്നാണ് പറയുന്നത്. ആ സ്ഥലമൊക്കെയും മസ്ജിദുൽ അഖ്സയുടെ മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു പരിധിക്കുൾ ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ കാണുന്ന ഒരു ചിത്രം കുറച്ചുകൂടി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മസ്ജിദുൽ അഖ്സയുണ്ട്, അതുപോലെ തന്നെ ഖുബ്ബത്തു സഖ്റയുണ്ട്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ മുസല്ലൽ മർവാനി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇന്ന് ഈ സോളമൺസ് ടേബിൾ എന്നറിയപ്പെടുന്ന അവിടെ മുസല്ലൽ മർവാനി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. യഹൂദന്മാരും ഒക്കെ വളരെ പുണ്യമായി കരുതുന്ന തങ്ങളുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരം ലഭിക്കുമെന്ന് കരുതുന്ന വെസ്റ്റേൺ വാൾ എന്നറിയപ്പെടുന്ന, വിലാപ മതിൽ എന്നറിയപ്പെടുന്ന വാൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ അടങ്ങുന്ന ഈ ഒരു വലിയൊരു കോമ്പൗണ്ടിനെയാണ് ഖുദ്സ് എന്ന് നമ്മൾ പറയാം. സാങ്കേതികമായി നമ്മൾ പറയാം മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഖുദ്സ് എന്ന് പറയുന്ന ആ വലിയൊരു, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനുള്ളിൽ പല നിർമ്മിതികളും ഉണ്ട് എന്ന് ചുരുക്കം. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ കാണിക്കുന്നത്, ഇവിടെ ചരിത്രപരമായി പലതരത്തിലുള്ള ആളുകൾ താമസിക്കുന്നത് നമുക്കറിയാമല്ലോ. യഹൂദന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഇതിനെ ഇന്നും പല ക്വാർട്ടറുകളായി, അഥവാ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പല ഗല്ലികളായി തന്നെയാണ് ഓരോ വിഭാഗക്കാരും മതവിഭാഗക്കാരും താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും, മുസ്ലിം ക്വാർട്ടർ ഉണ്ട്, ജൂയിഷ് ക്വാർട്ടർ ഉണ്ട്, അർമീനിയൻ ക്വാർട്ടർ ഉണ്ട്, ക്രിസ്ത്യൻ ക്വാർട്ടർ ഉണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ചെറിയ പട്ടണത്തിൽ ആളുകൾ താമസിക്കുന്നത്. ഇനി നമ്മൾ തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ഈ സയനിസത്തിന്റെ സ്ഥാപകനെ കുറിച്ച് വളരെ ചെറിയൊരു വിവരണം നമ്മൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം 1896 ആദ്യമായി എഴുതുന്ന ഒരു പാംഫ്ലെറ്റ്, ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പാംഫ്ലെറ്റിൽ അദ്ദേഹം ലോകത്തിലെ കൗൺസിൽ ഓഫ് നേഷനോട്, ലോകത്തിന്റെ രാഷ്ട്രങ്ങളുടെ സമിതികളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇങ്ങനൊരു പ്രത്യേക രാഷ്ട്രം
ജൂതന്മാർക്ക് വേണം. അങ്ങനെ സ്വിറ്റ്സർലൻഡിലെ ബേസലിൽ വെച്ച് നടന്ന ബേസൽ കൺവെൻഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്ന ആ ഒരു വലിയ സമ്മേളനത്തിൽ തിയോഡർ ഹെർസൽ തന്നെ ഒന്നാമത്തെ പ്രസിഡന്റായി അങ്ങനൊരു സയനിസ്റ്റ് സംഘടന, സയനിസം വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ സ്ഥാപിതമാവുകയാണ്. പിന്നെ അവരിലൂടെയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഉള്ള വളരെയധികം പിന്നെ പല രൂപത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്മാനി ഖലീഫ അബ്ദുൽ ഹമീദ് രണ്ടാമനോടക്കമും കത്തുകളിലൂടെയുള്ള, അതുപോലെ തന്നെ പല രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കിയും അപേക്ഷകൾ നൽകിയും ഒക്കെ ഇങ്ങനെ ഒരു രാജ്യം സ്ഥാപിച്ചെടുക്കണം എന്ന രൂപത്തിലുള്ള ശ്രമങ്ങൾക്ക് തുടക്കമാവുന്നു. പിന്നെ ആ സമയം തിയോഡർ ഹെർസലിന്റെ സമയം കഴിഞ്ഞു. തിയോഡർ ഹെർസൽ പക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിതമാകുന്നത് കാണാൻ തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന സയനിസത്തിന്റെ സ്ഥാപകൻ ജീവിച്ചിരുന്നിട്ടില്ല. അതിനുശേഷം പിന്നെ മുന്നോട്ട് പോയി. ഒന്നാം ലോക മഹായുദ്ധം ലോകത്തിന്റെ തന്നെ ഭൂപടത്തെ മാറ്റിവരച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ്. അതിനിടയിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ ഉസ്മാനി ഖിലാഫത്ത് എന്ന് പറയുന്ന വലിയ ഒരു പരിരക്ഷയായിരുന്നു മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ടായ ഖിലാഫത്ത് പ്രസ്ഥാനം, കേരളത്തിലടക്കം അലയുലയിൽ ഉണ്ടാക്കിയ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഈ സമയത്ത് വേൾഡ് വാർ 1 അഥവാ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഈ പറയുന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഉസ്മാനി ഖിലാഫത്ത് തകരുന്നു. ഉസ്മാനി ഖിലാഫത്ത് ബ്രിട്ടൻ കീഴടക്കി, ബ്രിട്ടൻ വിജയികളാകുന്നു. ഈ സമയത്ത് ലോകത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള രാഷ്ട്രീയ വടംവലികളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഫലസ്തീൻ. ഫലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശം, അതുപോലെ തന്നെ സിറിയ, ഇന്നത്തെ ജോർദാൻ, ഇതൊക്കെ അടങ്ങുന്ന ഈ വലിയൊരു പ്രദേശം അന്ന് ഒരുപാട് ആളുകളുടെ കണ്ണുകൾ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. ജൂതന്മാരുടെ പിന്തുണയും അതുപോലെ തന്നെ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ വലിയ തിയോഡർ ഹെർസലിന്റെയും സയനിസ്റ്റ് ഓർഗനൈസേഷന്റെയും ഒക്കെ പിന്തുണ ആഗ്രഹിച്ചിരുന്ന ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം പല ചർച്ചകളിൽ നിന്ന് പലതരത്തിലുള്ള വൈരുദ്ധ്യമായ നിലപാടുകളും അവരെടുക്കുന്ന കാണാൻ കഴിയും. ഇപ്പൊ ഞാനിതിൽ 1-2-3 കാര്യങ്ങൾ പോയിന്റുകൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ ഈ ഒരു ക്ലാസ് നമുക്ക് അത് അത്രമാത്രമേ കഴിയുള്ളൂ. ഒന്ന്, ഹുസൈൻ മക്മോഹൻ കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. മക്മോഹൻ അദ്ദേഹം ബ്രിട്ടീഷ് പ്രതിനിധിയാണ്, ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മക്കയിലെ അമീറായിരുന്ന ഹുസൈൻ അദ്ദേഹവുമായി നടത്തിയ ചർച്ച ആ ഒരു ഇതിൽ പിന്നെ ഫലസ്തീൻ വേറെ ആർക്കും കൊടുക്കുകയില്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നൊരു ധാരണ, കുറച്ച് സ്ഥലം വേണമെങ്കിൽ ജൂതന്മാർക്ക് കൂടി കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, മുസ്ലിങ്ങൾക്കായിരിക്കും അവിടെ പ്രാമുഖ്യം ഉണ്ടാവുക എന്ന തരത്തിൽ, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല, അത് ജൂതരാഷ്ട്രമൊന്നും ആക്കാൻ സമ്മതിക്കുകയില്ല എന്ന രൂപത്തിൽ രഹസ്യമായ ഒരു ധാരണ ബ്രിട്ടൻ ഉണ്ടാക്കി. അതേസമയം തന്നെ സൈക്സ് പൈക്കോട്ട് എഗ്രിമെന്റ് എന്ന് പറയുന്ന മറ്റൊരു എഗ്രിമെന്റ് വളരെ രഹസ്യമായി 1915 ഹുസൈൻ ഹുസൈൻ മക്മോഹൻ കറസ്പോൺസ് ഉണ്ടാവുന്നെങ്കിൽ 16 സൈക്സ് പൈക്കോട്ട് എഗ്രിമെന്റ് ഉണ്ടാകുന്നു. അതിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത് ഇതിനൊക്കെ നേരത്തെ പറഞ്ഞതിന് നേരെ വിപരീതമായി ബ്രിട്ടനും അതുപോലെ തന്നെ അന്നത്തെ വിജയിച്ച രാഷ്ട്രങ്ങൾ, അന്നത്തെ വൻ ശക്തികൾ എന്ന ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അടങ്ങുന്ന ആ ഒരു സഖ്യം ഈ പ്രദേശം വീതം വെച്ചെടുക്കുക, സിറിയയും അതുപോലെ തന്നെ ജോർദാനും ഈജിപ്തും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങൾ അവർ വീതം വെച്ചെടുക്കുക എന്നതായിരുന്നു ഈ ഒരു എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. ഈ 2 കാര്യങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും ഇതൊക്കെ രഹസ്യമാണ് നടക്കുന്നത്. ഇതിന് വിരുദ്ധമായാണ് 3ാമത്തെ ബാൾഫർ ഡിക്ലറേഷൻ ഉണ്ടാകുന്നത്. ബാൾഫർ ഡിക്ലറേഷൻ ആർതർ ജെയിംസ് ബാൾഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷ്, എനിക്കൊന്ന് ഫോറിൻ ഉദ്യോഗസ്ഥൻ എന്തോ ആണ് അദ്ദേഹം, ഫോറിൻ മിനിസ്ട്രിയിലെ അദ്ദേഹം സയനിസ്റ്റ് നേതാക്കളുമായി മറ്റും നടത്തുന്ന ചർച്ചകളെ കുറിച്ചും രഹസ്യമായ കത്തിടപാടുകളും ഒക്കെ തുടങ്ങി അവിടെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊരു തരത്തിലേക്ക് ഒരു അനുഭാവപൂർവമായ നിലപാടും പൊളിറ്റിക്കലായും അതുപോലെ തന്നെ അവിടെയുള്ള സോഷ്യലായും ഒക്കെ ജൂതന്മാർക്ക് അവിടെ അവകാശങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് അവർ ചർച്ചകൾ നടത്തുകയും ചെയ്തു. 1918 കൂടി 1ാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോഴൊക്കെ ഈ ഒരു നിലക്ക് ഈ പരസ്പര വിരുദ്ധമായ 3 എഗ്രിമെന്റുകൾ പലതരത്തിലായി രഹസ്യ ഉടമ്പടികൾ ബ്രിട്ടൻ ഉണ്ടാക്കിയിരുന്നു എന്നാണ്. 1922 യുദ്ധമൊക്കെ അവസാനിച്ച് 1922 ആകുമ്പോഴേക്കാണ് ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ബ്രിട്ടൻ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോടും ഫലസ്തീനികളോടും നടത്തിയ വഞ്ചനയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ രൂപമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് മാൻഡേറ്റോടുകൂടി ഒരു ജൂയിഷ് സ്റ്റേറ്റ് തന്നെ സ്ഥാപിക്കാം, പൂർണ്ണമായി ജൂതന്മാർക്ക് അവിടെ അവകാശമുണ്ട്, അവർ എല്ലാ തരത്തിലും ഫലസ്തീനിൽ അവരും അവകാശമുള്ളവരാണ് എന്ന തലത്തിലേക്ക് കൃത്യമായി ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന പേരിൽ നമുക്ക് അതിന്റെ ഒരു ഇത് കാണാൻ കഴിയും. ബ്രിട്ടീഷ് മാൻഡേറ്റ് അനുസരിച്ചുള്ള മാപ്പും കാര്യങ്ങളും ഒക്കെയാണ് കൊടുക്കുന്നത്. അതിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ഒക്കെ നടത്താൻ ശ്രമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ജെറുസലേം എന്ന് പറയുന്ന ഈ ബൈത്തുൽ മുഖദ്ദസ് അടങ്ങുന്ന പ്രദേശം അത് മാത്രം ആർക്കും കൊടുക്കില്ല, അതൊരു ഇന്റർനാഷണൽ പ്രോപ്പർട്ടിയായി നിലനിൽക്കും. ബ്രിട്ടനും അതുപോലെ തന്നെ അന്നത്തെ വൻ ശക്തികളും ഒക്കെ എല്ലാവർക്കും ഒരു നിയന്ത്രണമുള്ള, ലോക രാജ്യങ്ങളുടെയൊക്കെ ഒരു മേൽനോട്ടമുള്ള ഒരു പ്രദേശമായി നിലനിൽക്കും. ബാക്കി പ്രദേശങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രവും പിന്നെയുള്ള കുറച്ച് പ്രദേശങ്ങൾ ജൂതന്മാർക്ക് മാത്രവും അങ്ങനെ വീതിച്ചു കൊടുക്കാം എന്നുള്ള ചർച്ചകളൊക്കെ അന്നുണ്ടെന്ന് കാണാൻ കഴിയും.
ഇത് കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുന്നു. യൂറോപ്പിൽ ഈ ഒരു സമയത്ത് സാഹചര്യം യൂറോപ്പിൽ ഈ പ്രത്യേകിച്ച് ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ പിന്നീട് ഉണ്ടാകുന്ന ഹോളോകോസ്റ്റിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് ജൂതന്മാർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു കാലഘട്ടം ജൂതന്മാർക്കെതിരെ പിന്നെ വംശീയമായി വലിയ ആക്രമണങ്ങൾ യൂറോപ്പിൽ ഉണ്ടാകുന്നു. അന്നത്തെ സാഹിത്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വായിച്ചവർക്ക് സുപരിചിതമായിരിക്കും. ജൂതൻ എന്ന് പറയുന്നത് അത്രയധികം മ്ലേച്ഛമായി മനസ്സിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം, ജൂതന്മാരെ എവിടെ നിന്ന് മാറ്റിയൊടിക്കുന്ന ഒരു സാഹചര്യം, അത് പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ജർമ്മനിയിൽ നിന്ന് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആ സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരു 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ജൂതന്മാർ പലസ്തീനിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഉണ്ടായി. അതിനു മുമ്പ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാൽഫർ ഡിക്ലറേഷൻ ഉണ്ടായ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഫലസ്തീനിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ബ്രിട്ടീഷ് മാൻഡേറ്റോടുകൂടി ഉണ്ടായതോടുകൂടി അനവധി ആളുകൾ, അതുപോലെ തന്നെ ഈ ജർമ്മനിയിലെ വംശഹത്യയും ഒക്കെ ആയതോടുകൂടി ജൂതന്മാർ മുഴുവനും ഫലസ്തീനിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ടായി. അതൊരു ഒഴുക്കായിരുന്നു. അത് ബ്രിട്ടൻ പോലും ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ ബ്രിട്ടൻ പോലും അങ്ങനെ ബ്രിട്ടന്റെ പ്രതീക്ഷകൾ പോലും തകർക്കുന്ന രൂപത്തിലുള്ള ഒരു ഒഴുക്കായിരുന്നു കൊണ്ട് കണ്ടിരുന്നത്. സയനിസ്റ്റ് നേതാക്കന്മാർ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ബ്രിട്ടൻ പോലും പ്രതീക്ഷയില്ല അത്രത്തോളം ഒരു ജൂതന്മാർ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നും അവരവിടെ ഒരു വൻ ശക്തിയായി മാറും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഫലസ്തീനിലുള്ള ഈ പ്രദേശത്തുള്ള ജോർദാനിലും ഫലസ്തീനിന്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെയുള്ള ജൂതന്മാർ ബ്രിട്ടനോട് വിലപേശുന്ന രൂപത്തിലേക്ക് അവരുടെ അംഗസംഖ്യയും അവരുടെ പൊളിറ്റിക്കലായി അവരുടെ ശക്തിയും വർദ്ധിച്ചു എന്ന് വരെ നമുക്ക് കാണാൻ പറ്റും. ബ്രിട്ടനോടൊപ്പം നിൽക്കാം, സയനിസ്റ്റുകൾ ബ്രിട്ടനോടൊപ്പം ചേർന്ന് പട്ടാളത്തിലും മറ്റു സേവനങ്ങൾ ചെയ്യാം എന്ന രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ വിലപേശൻ മാത്രമായി എന്നുള്ളതാണ്. ഏതായാലും രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ആ ഒരു സമയത്തോടു കൂടി ഫലസ്തീനിന്റെ നിയന്ത്രണം, നമ്മൾ നേരത്തെ പറഞ്ഞ പല രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അറബ് രാജ്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനം 1947 അന്ന് UN ഉണ്ടായി വരുന്ന സമയമാണ്. ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ് UN ഐക്യരാഷ്ട്രസഭ ഉണ്ടായി വരുന്ന സമയത്ത് ഐക്യരാഷ്ട്രസഭ ഈ ഒരു പ്രശ്നത്തിന് ഒരു രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി, ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റി സ്വാഭാവികമായും ബ്രിട്ടന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും എന്നതിൽ ഇപ്പൊ പറയേണ്ടതില്ല. അവർ ഈ പറയുന്ന നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആ മാപ്പും റെസൊല്യൂഷൻ 181 എന്ന് പറയുന്ന റെസൊല്യൂഷൻ കൊണ്ടുവന്നു. അത് പാലസ്റ്റീൻ എന്നതിനെ ഒന്ന് അറബ് രാഷ്ട്രമായും മറ്റൊന്ന് ജൂത രാഷ്ട്രമായും കൃത്യമായി വിഭജിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ ജെറുസലേം എന്നത് അതൊരു ഇന്റർനാഷണൽ കൺട്രോൾ ഉള്ള ഐക്യരാഷ്ട്രസഭയൊക്കെ മേൽനോട്ടം വഹിച്ച് ഭരണം നടത്തുന്ന ഒരു പ്രദേശമായി, ആർക്കും അങ്ങനെ തർക്കങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു പ്രദേശമായി അവിടെ നിലനിൽക്കും എന്നതായിരുന്നു അന്നത്തെ ഈ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് ചരിത്രം അറിയാവുന്നത് പോലെ പൂർണ്ണമായും ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സ്ഥാപിതമായി. ഈ പറഞ്ഞ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഇതുണ്ടായി. 1948 നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ 1948 തന്നെ അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ട അറബ് ജനതയുടെ, മുസ്ലിങ്ങളുടെ, ഫലസ്തീനികളുടെ എണ്ണം വിവരണാതീതമാണ്. അന്ന് മുതൽ തുടങ്ങുന്ന അറബ് ജനതയുടെ ഈ ഒരു ഇതിന്റെ ചിത്രത്തിന്റെ ചെറിയൊരു അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊക്കെ പിന്നെ ഇന്റർനെറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സുകളും മാപ്പുകളും മാത്രമാണ് ഇതൊക്കെ. 2023 ആകുമ്പോഴേക്ക് അഥവാ 1947 100% ഉണ്ടായിരുന്ന ഫലസ്തീനികൾ എന്ന് പറയുന്നത് പിന്നെ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചത് ഇങ്ങനെ ഫലസ്തീൻ എന്ന് പറയുന്ന പച്ച നിറത്തിൽ അടയാളപ്പെടുത്തുന്നതാണ് ഫലസ്തീനികളുടെ എണ്ണം, ഫലസ്തീനികളുടെ സംഖ്യ, അവരുടെ പ്രദേശം. അത് ചുരുങ്ങി അവസാനം ഇപ്പോൾ എവിടെ എത്തി? ഇപ്പോൾ അതിനേക്കാളും പിന്നെ ലഫയിലും അതുപോലെ തന്നെ ഗസയിലും ഒക്കെ മാത്രമായി ഫലസ്തീനികൾ തുടരുന്നൊരു സ്ഥിതിയാണെന്നുള്ളത്. എന്നാൽ ഇത് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഫാസിസവും അതുപോലെ തന്നെ ഇന്ത്യയെ കുറിച്ചും ഈ നമ്മുടെ നാട്ടിൽ സംഘപരിവാര ശക്തികളൊക്കെ വെച്ച് പുലർത്തുന്നത് പോലെ തന്നെ കുറച്ചുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും പ്രദേശം എന്ന നിലക്ക് അതിനേക്കാൾ വലിയ കാഴ്ചപ്പാടാണ്, വലിയ ലക്ഷ്യമാണ് സയനിസ്റ്റുകൾക്കുള്ളത്. ഇന്നത്തെ ഫലസ്തീൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രം ഉൾക്കൊള്ളുന്ന ആ സ്ഥലമല്ല. യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം എന്നത് പൂർണ്ണമായി അവരുദ്ദേശിക്കുന്നത് അതിനും അപ്പുറത്ത് അവർ പറയുന്നത് പ്രകാരം അവരുടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദൈവം അവർക്ക് പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്ത വലിയ ഭൂപ്രദേശം, അതായത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്ട് എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യയുടെ ഏകദേശം
വടക്ക് ഭാഗങ്ങൾ വലിയൊരു അളവോളം വരുന്ന, ജോർദാനൊക്കെ ഉൾക്കൊള്ളുന്ന, ലബനാനൊക്കെ ഉൾക്കൊള്ളുന്ന, ഇറാഖ് പകുതിയോളം, അതിൽ കൂടുതൽ ഉൾക്കൊള്ളുന്ന, സിറിയയുടെ വലിയൊരു ഭാഗം ഒക്കെ ഉൾക്കൊള്ളുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് അവർക്കുള്ളത്. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മ്യാൻമറും ഒക്കെ അടങ്ങുന്ന വലിയൊരു ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണല്ലോ ഇന്ത്യയിലെ സംഘപരിവാര ശക്തികളും മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇസ്രയേലിന്റെ ആ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ചെറിയൊരു പ്രദേശത്തുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്തെ ഒരു സംഘടനമാണ് എന്നതിനേക്കാൾ അപ്പുറത്ത് അതിന് ഇങ്ങനെ ചില ഇത് കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും ഈ ഒരു സ്ലൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഫലസ്തീൻ എന്നതിനെ കുറിച്ച് ഉള്ള ചെറിയൊരു എത്തിനോട്ടവും ഖുദുസ് എന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇതുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ ഖുദുസ്, ബൈത്തുൽ മഖ്ദിസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു പ്രദേശം, മുസ്ലിങ്ങൾ ഒന്നാമത്തെ ഖിബിലയായിരുന്ന പ്രദേശം, പ്രവാചകന്മാരൊക്കെ നിസ്കരിച്ച ഒരു പ്രദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിന്ന് ഇസ്രാ മിഅ്റാജ് നടന്ന ആ ഒരു പ്രദേശം, മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖിബിലയായിരുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് മുസ്ലിങ്ങൾക്ക് മതപരമായി തന്നെ പിന്നെ വൈകാരികമായും മതപരമായും ഒക്കെ മുസ്ലിങ്ങൾക്ക് അടുപ്പമുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് യഹൂദന്മാരുടെ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയും തങ്ങളുടെ മാത്രം അവകാശപ്പെട്ട ദൈവം തങ്ങൾക്ക് നൽകിയ സ്ഥലം, ആ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തൊട്ടു മുമ്പ് കാണിച്ചതുപോലെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ മുഴുവൻ സ്ഥലവുമാണ്, സൗദി അറേബ്യയുടെ ഭാഗം അടക്കമുള്ള സ്ഥലം. ആ സ്ഥലം എന്ന് പറയുന്ന ന്യായത്തിന് ചരിത്രപരമായ ഒരു നിലനിൽപ്പും ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇതിന് ഉപോത്ബലകമായ ഒരുപാട് കാര്യങ്ങൾ സയനിസത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിനോടൊപ്പം നമ്മൾ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി എന്നും വർത്തമാന കാലത്തായിരുന്നാലും ഇനി ഭാവിയിലായിരുന്നാലും എപ്പോഴും മുസ്ലിം സമൂഹം ഓർക്കേണ്ടതും മുസ്ലിം സമൂഹത്തിന് ഇതിൽ നിന്ന് പാഠം പഠിക്കാനുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിങ്ങൾക്കുള്ളിൽ നിന്നുള്ള ശത്രുക്കൾ, അതായത് ഷീഇകൾ ഇതിനെ ഏറ്റവും കൂടുതൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉബൈദികൾ, ഫാത്തിമികൾ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുകയും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് കൃത്യമായ അറിവ് നേടുകയും അവരെ കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്തു എന്നതും, അതുപോലെ തന്നെ ഈ ഒരു സമാന കാലഘട്ടത്തിൽ താർത്താരികളുടെയും കുരിശുപടയാളികളുടെയും ഒക്കെ കാലഘട്ടങ്ങൾക്കും അതിന് സമീപ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ പ്രശ്നത്തെയും ഈ ഷീഇകളുടെ മുസ്ലിം ലോകത്തെ ഒറ്റുകൊടുക്കലിനെയും അവർ മുസ്ലിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതിനെയും ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ പാഠങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വർത്തമാന കാലത്തായിരുന്നാലും ഭാവിയിൽ ഏത് കാലത്ത് മുസ്ലിം സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നാലും അതിൽ ഷീഇകളുമായി കൂട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ സുന്നി ഷീഇ ഐക്യത്തെയൊക്കെ പല ആളുകളും എടുത്ത് വലിയ സംഭവമായി ഉദ്ധരിക്കുന്ന കാണാറുണ്ട്. ഇങ്ങനെ ഒരു സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഷീകളാണെന്ന് നോക്കാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയല്ലേ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കാറുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അതിന് മറുപടി പറയുന്ന കാണാൻ കഴിയും. എങ്ങനെയാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ഈ ഒരു വളരെയധികം ശ്രേഷ്ഠതയേറിയ മസ്ജിദുൽ അഖ്സയെ വിമോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ തെറി പറയുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരെ ദീനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ആളുകളോടൊപ്പമുള്ള കൂട്ടുകെട്ട് എന്ത് വിജയമാണ് നേടിത്തരിക എന്ന് ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെയുള്ള ആളുകൾ ചോദിക്കുന്നത് കാണാൻ. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഷീഇകൾ ഈ വിഷയത്തിൽ മാത്രം നടത്തിയ വഞ്ചനകൾ ക്രോഡീകരിച്ച പുസ്തകങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റും. അഥവാ അബ്ബാസി ഖലീഫമാരെ താർത്താരികൾക്കും മംഗോളുകൾക്കും മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്ന, അപ്പുറത്ത് കുരിശുപടയാളികളുടെ നേതാക്കന്മാരെ നിങ്ങൾ വരൂ, ബഗ്ദാദ് പട്ടണം അതുപോലെ തന്നെ കെയ്റോ പട്ടണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു തരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കത്തയച്ച് ക്ഷണിക്കുന്ന ഷീഇ മന്ത്രിമാരെ നമുക്ക് ഈ ഉബൈദികളുടെ കാലഘട്ടത്തിലും അബ്ബാസികളുടെ അവസാന പതനത്തിന്റെ കാലഘട്ടത്തിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ വലിയൊരു പാഠമാണ് മുസ്ലിങ്ങൾക്ക് നൽകുന്നത്. കൃത്യമായി ഒരു വിശ്വാസപരമായി മാത്രമല്ല ഇസ്ലാമിനെ തകർക്കുക, ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിദഗ്ധകളൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമല്ല, മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്ന കൊല്ലുക എന്ന ലക്ഷ്യം തന്നെ വേണമെങ്കിൽ ഷീകൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. കൃത്യമായി ഷീഇ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വരെ ഇത് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഇതിലൂടെ അവർ പല പണ്ഡിതന്മാരുടെയും ഉദ്ധരണികൾ വായിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ബുദ്ധി. സുന്നികൾ അഥവാ മുസ്ലിങ്ങൾ നജസുകളാണ് എന്നത് കൃത്യമായി എഴുതുന്നത്. അഥവാ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നജസുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നജസ് അതിൽ നിന്ന് ശുദ്ധിയാവുക. അവരുടെ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നജസുകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നജസുകളുടെ ഒരു ഇനമായി സുന്നികൾ അഹ്ലുൽ സുന്ന എന്ന് രേഖപ്പെടുത്തിയവർ നമുക്ക് കാണാൻ പറ്റും.
അതിതീവ്രമായി അഹ്ലുസുന്നയുടെ ആളുകളെങ്കിലും കൊല്ലുക. പല ആളുകളിലേക്കും ഷീഖരുടെ 12 ഇമാമാരുടെ വിശ്വാസം, അതിലൊരു ഇമാമായ ജാഫർ സ്വാദിഖ് അബു അബ്ദില്ല എന്ന് അറിയപ്പെടുന്ന ഷീകൾ ഒരുപാട് വ്യാജമായ ഹദീസുകൾ കെട്ടിച്ചമച്ച ഒരാളാണ് ജാഫർ സ്വാദിഖ് എന്നറിയപ്പെടുന്നത്, ഷീയുടെ ഇമാം. അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ ചോദിച്ചു എന്നാണ്, ഷീകളെ സുന്നി, ഒരു സുന്നിയെ കൊല്ലുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അദ്ദേഹം പറയുന്നത്, ആ വാചകം ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഇപ്പോ ഒരാഴ്ച മുമ്പ് ഞാൻ വായിച്ച പുസ്തകങ്ങൾ വായിച്ചൊരു ഉദ്ധരണി ഞാൻ ഓർമ്മയിൽ നിന്ന് ഉദ്ധരിക്കാം. അദ്ദേഹം പറയുന്നതായി ഇതിൽ ഉദ്ധരിക്കുന്നത്, ഒരു സുന്നിയെ കൊല്ലാനുള്ള ഒരു അവസരവും നീ പാഴാക്കരുത്. ആരെങ്കിലും കണ്ട് നിനക്കെതിരെ എന്തെങ്കിലും സാക്ഷി പറഞ്ഞോ, അല്ലെങ്കിൽ ഏതെങ്കിലും സാക്ഷിയുള്ള നിനക്ക് എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ കഴിയും, അതിനെ നീ സൂക്ഷിക്കണം. അതല്ലാതെ ആ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്ന വാചകം എന്ന് പറയുന്നത്, ഒരു മതിൽ പൊളിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ ആരും അറിയാതെ വെള്ളത്തിൽ മുക്കിക്കൊന്നോ പുഴയിലേക്ക് തള്ളിയിട്ടിട്ടോ ഒക്കെ നിനക്കൊരു സുന്നിയെ കൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ നീ ചെയ്യുക, അത് രഹസ്യമായി ചെയ്യുക. നീ അവസാനം പിടിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെയും ആ മനുഷ്യൻ ചോദിക്കുന്നു, എന്താണ് ഒരു സുന്നിയുടെ സമ്പത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം പറയുന്നത്, കഴിയുന്നിടത്തോളം നീ ഒരു സുന്നിയുടെ സമ്പത്ത് മോഷ്ടിച്ചും അതുപോലെ തന്നെ അത് കവർന്നെടുത്തും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇതൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ, അവരുടേതായ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കൃത്യമായ അവരുടേതായ സനദുകളോടുകൂടി അവർ ഉദ്ധരിച്ച റിപ്പോർട്ടുകളാണ്. അഥവാ മുസ്ലിങ്ങളെ കൊല്ലുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യുക എന്നതും അവർ അഹ്ലുബൈത്തിനോട്, അത് പ്രവാചക കുടുംബത്തോടൊക്കെ വളരെയധികം വിരോധം വെച്ച് പുലർത്തുന്നവരാണ് എന്നും, അതുകൊണ്ട് ഒരു സുന്നിയെ, ഒരു അഹ്ലുസുന്നിയിൽപ്പെട്ട ഒരാളെ കൊല്ലുന്നത് അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലുമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഷീ വിഭാഗത്തിലുള്ള ആളുകൾ. അപ്പൊ ഇന്നത്തെ ലോകത്തിന്റെ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാലും ചരിത്രത്തിൽ ഷീകൾ നടത്തിയ കൈകടത്തലുകളും അവർ മുസ്ലിം സമൂഹത്തിനത്തെ വഞ്ചനകളും എടുത്തു കഴിഞ്ഞാലും എങ്ങനെയാണ് കൃത്യമായ നിലപാട് രൂപീകരിക്കേണ്ടത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃത്യമായി നിലപാടുകൾ രൂപീകരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചരിത്രവും അതിൽ നിന്നുള്ള പാഠങ്ങളും ശരിക്കും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വഹദ വസല്ലല്ലാഹു അലൈഹി നബിയന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ, ബറക്കല്ലാഹു ഫീക്കും. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്ന ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇപ്പോൾ അജ്മൽ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല രൂപത്തിൽ മെസ്സേജുകൾ നമുക്ക് തന്നെ വന്നുകൊണ്ടൊക്കെയുണ്ട്. കഴിഞ്ഞോ അദ്ദേഹത്തിന് വേറെ പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ നമ്മളോട് സംസാരിച്ച അജ്മൽ ഫൗസാന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അജ്മൽ സ്ക്രീൻ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, ബറക്കല്ലാഹു ഫീക്. ജസാക്കുമുല്ലാഹു ഖൈർ. അറബി ഭാഷയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയുണ്ട്. اقرأوا التاريخ إذ فيه العبر ضل قوم ليس يدرون الخبر فالتاريخ يكرر نفسه وإن على صور متجددة ومآسي الماضي هي عبر المستقبل وسنن الله لا تتغير ولا تتبدل. അതായത് ഇഖ്റഉ താരിഖ്, നിങ്ങൾ ചരിത്രം പഠിക്കണം, അത് വായിക്കണം. ഇദ് ഫീഹിൽ ഇബർ, അതിനൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. ضل قوم ليس يدرون الخبر, തങ്ങളുടെ ചരിത്രം വായിക്കാത്ത പഠിക്കാത്ത ഒരുപാട് ആളുകൾ അവർ വഴിപിഴച്ചു പോകുന്നതായി നമുക്ക് കാണാം. ഫത്താരിഖു യുകർരിറു നഫ്സഹു, ചരിത്രം അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈന അലാ സുവരിൻ മുതജദ്ദിദ, പുതിയ പല രൂപങ്ങളിലായിട്ടാണെങ്കിലും. വമആസിൽ മാദി ഹിയ ഇബറുൽ മുസ്തഖ്ബൽ, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലും അതുപോലെ വരും കാലഘട്ടങ്ങളിലേക്കും അതെല്ലാം ഗുണപാഠങ്ങളാണ്. വസുനനുല്ലാഹി ലാ തതഗയ്യറു വലാ തതബദ്ദൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങൾ അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന്. സത്യത്തിൽ ഈ ഒരു ചരിത്രം വായിക്കുമ്പോൾ ഇന്നത്തെ കറന്റ് സാഹചര്യങ്ങളെ, കാലത്തെ വാർത്തകളും അതുപോലെ തന്നെ ഇന്നത്തെ ചർച്ചകളിലും മാത്രം ഒതുങ്ങിക്കൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ പറഞ്ഞു പോകുന്ന പല വാക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ പോലും എടുക്കുന്ന പല നിലപാടുകളും അങ്ങനെയാണ്. ഇന്നത്തെ വാർത്തകൾ അതുപോലെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാടുകൾ രൂപീകരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിൽ പല അബദ്ധങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ സംഭവിച്ചു പോയിട്ടുണ്ടാവും എന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവസാനം സൂചിപ്പിച്ച ഷിയാക്കളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ
അജ്മലോടെ ജസാഖുല്ലാഹ് ഖൈർ സൂചിപ്പിച്ചല്ലോ, നമുക്കിതൊന്നും ഈ ഒരു മണിക്കൂറിനുള്ളിലൊന്നും പറഞ്ഞ് തീർക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. ഒരുപാട് നീണ്ട പിന്നെ ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ കുവൈത്തിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ +1 പുസ്തകത്തിൽ നല്ലൊരു ഭാഗം അതിൽ പഠിപ്പിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഭാഗം, അതിൻ്റെ ഏകദേശം ഒരു 40-50ഓളം പേജുകൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെന്റിന്റെ പുസ്തകങ്ങളിൽ തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മക്കളിലേക്കും അതുപോലെ തന്നെ ഇതറിയാത്ത ആളുകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാനും അത് അവരെ പഠിപ്പിക്കാനും അവരിലേക്ക് എത്തിക്കാനും കൂടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇനിയും കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ചരിത്രങ്ങൾ പുതുക്കി എഴുതിക്കൊണ്ടിരിക്കുന്ന, അത് പുനർ പിന്നെ പുതിയ രൂപങ്ങളിലേക്ക് മാറ്റി എഴുതപ്പെട്ട ആളുകളുടെ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു മുൻകാലഘട്ടങ്ങളിൽ സംഭവിച്ചത് എന്ന് വ്യക്തമായി അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പകർന്നു നൽകുക എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. നമ്മുടെ നാട്ടിലൊന്നും ഒരുപക്ഷെ അത് അങ്ങനെ ഒരു ഫലസ്തീൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ള രൂപത്തിൽ പഠിക്കാൻ, അതൊരു അക്കാഡമിക്കലി പഠിക്കാൻ ചിലപ്പോൾ സ്കൂളുകളിലൊന്നും സാധിച്ചോളണമെന്നില്ല. പക്ഷേ നമ്മൾ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊന്നും വെറുതെ പിന്നെ സാധാരണക്കാർ ആളുകൾ എന്തൊക്കെ പറയുന്നു എന്നതിനെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വാർത്തകൾ എന്ത് പറയുന്നു എന്നതിനെ നോക്കിക്കൊണ്ട് മാത്രം നിലപാടുകൾ എടുക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ് അവസാനം സൂചിപ്പിച്ചത്. അഥവാ വിജയം എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇന്ന് കാണുന്ന സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ എടുത്തുകൊണ്ട് ആരെങ്കിലൊക്കെ സഹായത്തിന് വിളിച്ചുകൊണ്ട് നേടേണ്ട ഒരു കാര്യമല്ല വിജയം. മറിച്ച് അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് തന്നെ വേണം. അതിന് തൗഹീദ് നിർബന്ധമാണ്. ആ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായ, അള്ളാഹുവിലുള്ള തൗഹീദിൽ അധിഷ്ഠിതമായ, അള്ളാഹുവിനനുസരിച്ചുകൊണ്ടുള്ള ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ട് നേടുന്ന വിജയത്തിന് അതിന് സ്ഥിരതയുണ്ടാവുള്ളൂ, അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൂടെ നമ്മൾ അവസാനം മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും കൂടുതൽ പഠിക്കാൻ, ആ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെയൊക്കെ നിലപാടുകൾ എടുക്കാൻ, കൂടുതൽ മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും എല്ലാം നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.